ത്ത് വരേണ്ട ഓപ്പോസിഷൻ വരും, അതിനെ ഖണ്ഡിച്ച് സംസാരിക്കുക, അതോടെ കഴിഞ്ഞു വീട്ടിലേക്ക് വരിക, അടുത്ത കേസിന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അവിടെ സോഫ്റ്റ് കോർണർ നിങ്ങൾക്ക് എന്തിനാണ്? നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കേൾപ്പിക്കണം, കേൾക്കണം, ശക്തയായി പറയണം. അതാണ് നിങ്ങളുടെ തൊഴില്. ആ തൊഴിലിനോട് ഇവര് കൂറ് പുലർത്തിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ വൃത്തികേട് അലിഗേഷനും കൊണ്ട് വന്നിരിക്കുന്ന ഈ തള്ളം. പറഞ്ഞത് കേൾക്കണ്ടേ? അത് കേട്ടു നോക്കൂ. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട്. തെളിവുണ്ട്, ഞങ്ങൾക്കുണ്ട് തെളിവ്. പക്ഷെ അവരാരും തന്നെ പ്രതികളല്ല. പക്ഷെ പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടും. ആണ് എന്റെ. ഇപ്പൊ പേട്ടൻ പോയി, ഇനിയിപ്പൊ മമ്മൂട്ടി എടുത്തു വെച്ച് അങ്ങോട്ട് ഉരുട്ടാന്ന. മമ്മൂട്ടിയാ കുഴപ്പം. സോറി ടു സേ, ഞാൻ അങ്ങേരുടെ ഫാനൊന്നും അല്ല. അയാള് ഒരു കാരണവശാലും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യവുമില്ല. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ്, നോൺസെൻസ് ആണ്. ഇവരുടെ കയ്യിൽ തെളിവുണ്ടത്രേ, പക്ഷെ ഇവര് ആരെയും കാണിക്കത്തില്ലെന്ന്. പിന്നെന്തിനാ പുഴുങ്ങി തിന്നാനാണോ തെളിവ്? ചുമ്മാ ഇങ്ങനെ സെൻസേഷൻ ആയിട്ട് നിൽക്കുക, അതിൽ കൂടെ അവർക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു പടുന്യായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ, ഇപ്പൊ ഞാനൊരു കേസ് കൊടുക്കണം, എന്നെ ഒരു പുരുഷൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത്, ഞാൻ പിന്നെ അവിടെ സാക്ഷി മാത്രമാണ്. കേസ് നടത്തുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് നടത്തുന്ന കേസിൽ വാദിക്കാനായിട്ട് അവിടുന്ന് തന്നെ വക്കീൽ വരും. ആ വക്കീലിന് പേയ്മെന്റ് കൊടുക്കുന്നത് ജനങ്ങളാണ്. ഇവർ പറയുന്നു ഞാൻ ഒരു പൈസയും ഭാവനയുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്ന്. അവരെന്താ പൈസ കൊടുക്കാൻ നടക്കുകയായിരുന്നോ? ഞാൻ ഒരു കാശ് പോലും വാങ്ങിച്ചില്ല. ഇത് സൗജന്യം ചെയ്ത കണക്കാണ്. ഒരു സൗജന്യം അവർ ചെയ്യേണ്ട കാര്യമില്ല. പണം ഇടപാട് അതിനകത്ത് വേണ്ട കാര്യം എന്താ? ഇവരെന്തോ ഭയങ്കര സർവീസിങ് മെന്റാലിറ്റി ചെയ്തെന്നാ പറയണേ. APP അല്ലേ ഇവരെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ ഇവരെന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഇവരെ സജസ്റ്റ് ചെയ്തവരോടാണ്. ഇവരെ സജസ്റ്റ് ചെയ്ത നിങ്ങളാണ് സത്യത്തിൽ ഇരയെ ഈ രീതിയിൽ അപമാനിച്ചത്, അവഹേളിച്ചത്, തോൽപ്പിച്ചത്. ഒരു കാര്യമില്ലാത്ത ഒരു മന്ദബുദ്ധി തള്ളയാണല്ലോ ഈ ഇത്രയും വലിയൊരു കേസിനെ കൊണ്ടുവന്നിരുത്തിയത്. ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ഈ TB മിനി വളരെ ഇതായിട്ടായിരിക്കും, അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടായിരിക്കും. മറ്റേ പറയുന്ന ആള്, അപ്പുറത്ത് നിൽക്കുന്ന വക്കീല്, രാമൻപിള്ള വക്കീല് ഭയങ്കര സ്ട്രോങ് ആണ്, പുള്ളിയുടെ വാദഗതിക്ക് മുമ്പിൽ പറ്റാത്തത് കൊണ്ടായിരിക്കുന്നു. ഒക്കെ നുണയാണ് കേട്ടോ. ഈ സ്ത്രീക്ക് ഒരു കുന്തം അറിയത്തില്ല. എന്തൊക്കെ തലതിരിഞ്ഞ വർത്താനങ്ങളാണ് ഇവർ പറയുന്നത്. ഇനി മമ്മൂട്ടി പറഞ്ഞത് പറഞ്ഞോണ്ട് എന്നെ അടിക്കാൻ വരണ്ട. ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വേറൊന്നുണ്ട്, അത് കേട്ടാലാണ് ചിരിച്ചു മരിക്കാൻ തോന്നുന്നത്. ഇവർക്ക് ഇതൊരു റേപ്പാണെന്ന് പോലും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് ബോധമില്ലാതെ എന്തോ പറയാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ആ സ്ത്രീനെ ഇപ്പൊ ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല. അവരെക്കാൾ വളരെ യാതൊരു ബന്ധമില്ലാത്തൊരാള്. എന്ത് ഇന്റൻസിറ്റി? ദിലീപ് റേപ്പ് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നെന്ന് ആണോ? എന്താ പിന്നെ മമ്മൂട്ടിയെ കൊണ്ട് റേപ്പ് ചെയ്യിക്കടി? മോഹൻലാലിനെ മമ്മൂട്ടിയെ കൊണ്ട് റേപ്പ് ചെയ്യിക്ക്. ഇവരെന്താ